ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് നമ്മുടെ വയനാട്ടിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്തയുടെ പ്രതികരണമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങൾ കാണുന്നത് താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകരുത്. അത് ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കട്ടെ. നിഷ്പക്ഷമായി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇപ്പോൾ ഈ കേസെടുത്തതൊക്കെ അപ്പം ബോധപൂർവമാണെന്നാണ്. പ്രത്യേകിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം ചില പേരുകൾ വന്നു, പരാമർശങ്ങൾ വന്നു. അതൊക്കെയാണ് പ്രധാനമായിട്ടും പോലീസിന് മുന്നിലുള്ള തെളിവുകളെന്ന് പറയുന്നത്. അല്ല, ഇതിനകത്ത് കേസെടുക്കുന്ന ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ ആലോചിച്ചോളൂ. ഈ സംഭവം നടന്നിട്ട് എത്രയോ നാളായി? സംഭവം നടന്നിട്ട് കുറച്ച് നാളായി. അതിനുശേഷം ഒരു കേസൊന്നും അന്നും ഈ വെള്ളക്കൽ കുറിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട പ്രാഥമികമായ കടമകൾ ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ചെയ്തിട്ടുണ്ട് എന്ന് വരികിൽ അത് അവരെ പോലീസാണ് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണത് പുറത്ത് പറയേണ്ടത്. അത് ചെയ്തിട്ടുണ്ടോ? നമ്പർ 2, ഞങ്ങൾ ഇന്നലെ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ സ്ഥിതിയൊക്കെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. അതിൽ മരിച്ചുപോയ ശ്രീ എം വിജയൻ്റെ, അദ്ദേഹത്തെ എം വിജയൻ്റെ മകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു, അവരുടെ 4 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളും ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങൾ അവർ പറഞ്ഞത് കേട്ടില്ലേ? അവിടെയാണ് ഇതിനൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൂടി ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നലുണ്ടായി. കാരണം ഇതുവരെ ഒന്നും എടുത്തില്ലല്ലോ. ഇന്നലെ അവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊരു പുത്തൻ ടേൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സ്വാഭാവികമായ ഒരു നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ സംശയം ഉണ്ടാവും. മാത്രമല്ല അതിനകത്തൊരു അഗ്ലി ഹേസ്റ്റിനെസ് കാണിച്ചു എന്നൊരു തോന്നലും ബഹുജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം പുറത്തു വരട്ടെ. ഒരു ദിവസം കൊണ്ട് വരില്ലല്ലോ. മാത്രമല്ല ഇതിനെല്ലാം നീതിന്യായ കോടതിയുടെ കീഴിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പരിശോധിക്കാം. എന്താണ് കുടുംബത്തിൻ്റെ നിലപാടെന്നാണ് ഇന്നലെ സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നത്? കുടുംബത്തിൻ്റെ നിലപാട് ഞങ്ങൾക്ക് അവരോട് വളരെ, സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സിമ്പതിയാണ്. വ്യക്തിപരമായി കൂടി വളരെ സിമ്പതിയാണ്. എം വിജയൻ ഞങ്ങളുടെ പഴയ ആളല്ലേ. അത് ഞങ്ങളുടെ പാർട്ടി കുടുംബമാണ്. അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെ പാർട്ടി കുടുംബം എന്നുള്ള നിലയിൽ അവരോടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അവർ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതീക്ഷയോടു കൂടിയാണ് എം വിജയനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും എല്ലാം ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ ഒരു പുതിയ ടേണിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുകയാണ്, പോലീസ് ശ്രമിക്കുകയാണ്. കുടുംബം എന്താണ് പറയുന്നത്? അവരിന്നലെ പറഞ്ഞല്ലോ. അവരെന്താണ് പറയുന്നതെന്ന് ഞാൻ ഇനി അവരുടെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയേണ്ട കാര്യമില്ല. അവരിന്നലെ പറഞ്ഞല്ലോ. മാധ്യമങ്ങൾ ഇതുപോലെ നിരനിരയായിട്ട് നിന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനു മുമ്പ് അവർ മാധ്യമങ്ങളിൽ പറഞ്ഞ കുറേ സംശയങ്ങളുണ്ട്. അവർ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞതുണ്ട്. അതൊക്കെ കൂടി കണക്കുകൂട്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്? അതല്ല, പോലീസ് കേസെടുക്കുന്ന അതൊരു പാരലൽ ലൈനാണ്. അവർക്കിത് പ്രശ്നത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകരുത്. അവർക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഇതൊരു ഉപാധിയായി കിട്ടുമോ എന്നവർ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ, ആ പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സർക്കസുകൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതും അങ്ങും പേടിച്ച് മുമ്പിലിടാം എന്ന് വരികിൽ അത് ജനങ്ങളത് കണ്ടോളും. താങ്കളുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നതായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നലത്തെ ഈ അന്വേഷണത്തിൽ തെളിവെടുപ്പിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾക്ക് പല നിഗമനങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് കൂട്ടായി ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. ഞങ്ങളൊരു റിപ്പോർട്ടായി പാർട്ടിക്ക് കൊടുക്കണം. പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പരസ്യപ്പെടുത്തുന്നത് ഔചിത്യമല്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഞങ്ങൾ റിപ്പോർട്ടായിട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിട്ട് ഔദ്യോഗികമായിട്ട് അവരുടെ പ്രതികരണം വരികയും ചെയ്യും. പാർട്ടിക്കല്ലെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും കേസെടുത്ത നടപടിയെ വിമർശിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുള്ളി പറയുന്നത് കുറച്ച് ദിവസമായില്ലേ മരണം നടന്നിട്ടുള്ളത്. അതായത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയാണ്, സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ കുടുംബത്തെ കണ്ട് സന്ദർശിച്ചു. അവരുമായുള്ള ഒരു ചർച്ച കഴിഞ്ഞ് വളരെ ശാന്തമായി അവർ ആ വിഷയത്തോട് പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോലീസ് കേസെടുക്കുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പ് കുടുംബം പോലീസിനെ കൈമാറിയത് മിനിയാന്നാണ്. അതെ, മിനിയാന്നാണ്. സ്വാഭാവികമായും ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസെടുത്തു. അതിൽ വലിയ ദുരൂഹ
ദുരൂഹത ആരോപിക്കുകയാണ് മുൻ പോലീസ് മന്ത്രി എന്നുള്ളതാണ് ഇതിലെ തമാശ. എന്തായാലും ആ കുടുംബം കോൺഗ്രസ് കുടുംബമായതുകൊണ്ട് തന്നെ വന്ന നേതാക്കളോട് അവർ ആ രീതിയിൽ ഇടപെട്ടു. എന്നാൽ നിയമത്തിന്റെ പരിപാടിയിൽ നിയമത്തിന്റെ രീതിയിൽ അവർ പോകുന്നു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.